ഈ പെരുന്നാളിനെ നമുക്കൊരു അഫ്ഗാനി റൈസ് തയ്യാറാക്കി നോക്കിയാലോ. എന്ന് നമ്മൾ ബിരിയാണി, നെയ്ച്ചോറും മന്തിയൊക്കെ തന്നെയല്ലേ തയ്യാറാക്കുന്നത്. എന്ന് നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു അഫ്ഗാനി റൈസ് തയ്യാറാക്കി നോക്കിയാലോ. ഏകദേശം മന്തിയുടെയൊക്കെ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 6 കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂണ് മല്ലി ഉണ്ടല്ലോ, പൊടിക്കാത്ത മല്ലി, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ല ജീരകവും 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേ ലീഫാണ്. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ, അതൊന്ന് പോയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 4 സവാള എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലേക്ക് ഇത്രയും സവാള വേണം കേട്ടോ. ഇനി നന്നായിട്ട് നമ്മൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 5 ഉണക്കനാരങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം ഈ ഒരു സവാള ഉണ്ട് നല്ല പോലെ ഒന്ന് വാടി വരണം കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളറായി വരികയും വേണം, നല്ല പോലെ ആവേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നമ്മളിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വെക്കുക. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഒന്നൊന്ന് വാടി കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ തന്നെ ഏലക്കാപ്പൊടിയും, ഒരു 2.5 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം വേണം കേട്ടോ. പിന്നെ നമുക്ക് കറുവാപ്പട്ട പൊടിച്ചതും ഒരു 2 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അറബിക് മസാലയോ അതല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഞാനൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 2 ചിക്കൻ്റെ ക്യൂബ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാൻ ഈ സമയത്ത് ഞാൻ മറന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി നമുക്കൊരു 1 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ആ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുണ്ടായിരുന്നത് 6 കപ്പല്ലേ, ഇതിലേക്ക് ഒരു 12 കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഒരു ചിക്കൻ ഇതിലിട്ടിട്ട് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 12 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. ഈ വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ട് ഇത് ഒരു സോസ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സോസ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-11 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം വെന്തതിന് ശേഷം ചിക്കൻ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് നമ്മളൊരു 1 കപ്പ് വെള്ളം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് നല്ല പോലെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ച 1 കപ്പോളം വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ആണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. 1 ടേബിൾ സ്പൂണോളം സോസ് അല്ല ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ക്യൂബിലും ടൊമാറ്റോ പേസ്റ്റിൽ ഒക്കെ ഉപ്പുണ്ട്. ചിക്കൻ നമ്മൾ വേവിച്ച സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റോളം നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുക. വെള്ളം നല്ല പോലെ വറ്റി വരണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് അരി വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിലേ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചാൽ മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഗ്രേവി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെ ഇത് തയ്യാറാക്കാം കേട്ടോ. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ മസാല വേണം, ഒരു 1/2 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല പോലെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കനൊക്കെ വേവിച്ച്, അതിൽ നിന്ന് 1 കപ്പോ അതല്ലെങ്കിൽ 3/4 കപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
കൂടെ ഒരു 1/2 കപ്പോളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവുകയുള്ളൂ. അപ്പോൾ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. നല്ല പോലെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് നേരത്തെ വേവിച്ച ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്രൈ ആയി വരുന്ന ഒരു ഇത് കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് 2 ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നിങ്ങളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ദേ ഞാനിത് 2 ബാച്ചായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. കാരണം കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ഇതങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. റൈസ് താഴെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചിക്കൻ അടുക്കി വെക്കുക. എന്നിട്ട് നമ്മൾ റൈസ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ശരിക്കും കഴിക്കുന്നത്. ഇനി എനിക്കിത് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ മയോണൈസൊക്കെ ചേർത്തിട്ട് തന്നെ കഴിക്കാം. എനിക്ക് പൊതുവെ മന്തിയാണെങ്കിലും ഒക്കെ മയോണൈസ് കൂട്ടിയിട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. നമ്മൾ മന്തിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.